ആനിയുടെയൊന്നും ഏൽപ്പിക്കണ്ട. വീട്ടിൽ കയറുമ്പോഴേ അത് ചെറിയ ദോഷമാ. കുഞ്ഞിനൊന്നും ഒരു ദോഷവും വരുത്തണ്ടല്ലേ, അല്ലേ അമ്മ? ആഷ്ന, എന്താ നീ കരയുകയാണോ? എന്താ പറ്റി? ഒന്നല്ല. സഫീറാണോ വിളിച്ചത്? നീ സഫീർ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അത് പറയാൻ പറ്റുന്നതാണെങ്കിൽ പറ. ഈ സമയത്ത് ഇങ്ങനെ കരയാനുള്ളതല്ല. ഇങ്ങനെ വിഷമിക്കാനും പാടില്ല. അത് നിന്റെ കുഞ്ഞിനെയാ ബാധിക്കുന്ന. ഇനി എനിക്ക് അത് ആരോടെങ്കിലും പറയണം. പറയാതിരുന്നാൽ ശരിയാകത്തില്ല. എന്താ? പക്ഷെ ഞാൻ പറയുന്ന കാര്യങ്ങൾ ഉമ്മായേക്കായി അറിയരുത്. അതെന്താ? എനിക്കെന്റെ ജീവിതം മടുത്ത്. നിങ്ങളാരും കരുതുന്ന കണക്ക് താളല്ല അയാള്. നീ എന്താ മോളെ പറയുന്നത്? സഫീറിനെ കുറിച്ച് തന്നെയാണോ പറയുന്നത്? ഞങ്ങൾക്കൊക്കെ അറിയാവുന്ന സഫീർ അങ്ങനൊന്നും അല്ലല്ലോ. നിന്നോട് വലിയ സ്നേഹമുള്ള കണക്കാണ് എനിക്ക് തോന്നിയിട്ടുള്ള. ഞാൻ പലപ്പോഴും വിചാരിച്ചിട്ടുണ്ട് നീ എന്ത് ഭാഗ്യവതിയാന്ന്. പിന്നെ അത് നിന്റെ ജീവിതമാണ്. യാഥാർത്ഥ്യം നിനക്കേ അറിയത്തുള്ളൂ. നമ്മൾ പുറമേ കാഴ്ചക്കാരാ. എനിക്ക് പേടിയാവുന്നു. എന്തിന്? പ്രസവ സമയത്ത് അയാൾ നാട്ടിൽ വരുന്നെന്ന്. അത് നല്ലതല്ലേ? എല്ലാവരും ആഗ്രഹമാണ് സ്വന്തം ഭർത്താവ് തന്നെ കുഞ്ഞിനെ വാങ്ങണമെന്നുള്ളത്. നല്ല കാര്യമല്ലേ? കരുതുന്ന കണക്കല്ല. അയാൾക്ക് ആദ്യത്തെ കുട്ടി ആൺകുട്ടി ആയിരിക്കണമെന്ന്, അല്ലെങ്കിൽ അയാളെ കുഞ്ഞിനെ. നീ എന്തൊക്കെയാ പറയുന്ന? അങ്ങനെയൊക്കെ ഉണ്ടോ? അതാ ഞാൻ ആരോടും പറയാത്തത്. എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാലും സത്യം അറിയുന്ന ഒരാളെങ്കിലും വേണ്ടേ. ആഷ്ന, നിങ്ങൾ ആരും കരുതുന്ന നടക്കത്ത ഒരാളല്ല എൻ്റെ ഭർത്താവ്. അയാൾക്ക് മറ്റൊരു മുഖമുണ്ട്. സ്കാനിങ് ചെയ്യുന്ന ഡോക്ടറോട് കുട്ടി ആണാണോ പെണ്ണാണോ എന്നറിയാൻ ഞാൻ ചട്ടം കിട്ടി. ഞാൻ കുറേ പ്രാവശ്യം ചോദിച്ചതിന് ശേഷമാണ് ഡോക്ടർ അത് പറഞ്ഞത്. പക്ഷെ കുട്ടി പെണ്ണാണ്. ഞാനത് അയാളോട് എങ്ങനെ പറയും? അറിഞ്ഞ അയാൾ അപ്പം തന്നെ വരും. അപ്പം തന്നെ എൻ്റെ കുഞ്ഞിനെ എന്നെ. ഞാൻ പറഞ്ഞത് മോനാണെന്ന്. ഒരു പ്രസവ സമയത്ത് അയാളുണ്ടെങ്കിൽ എൻ്റെ കുഞ്ഞിന് എനിക്ക് താലം വയ്ക്കാൻ പേടിയാവുന്നു. ഇതൊക്കെ നീ നേരത്തെ പറയാത്ത എന്ത്? അയാൾ ഒരു മാനസിക പ്രശ്നമുള്ള ആളാ. അയാൾ എന്നെ ഉപദ്രവിക്കുമ്പോൾ ഞാൻ ഇറങ്ങി ഓടും, എങ്ങോട്ടെങ്കിലും പോകും. അപ്പോഴേക്കും എന്നെ തിരക്കി പിടിച്ച് പിറക്കെ വന്ന് മാപ്പ് പറഞ്ഞ് കൂട്ടിക്കൊണ്ടുവരും. എന്നിട്ട് എന്നോട് ഇരുന്ന് കരയും. ഇതാരോടും പറയല്ലേന്ന്. ഞാൻ അതൊക്കെ അങ്ങ് വിശ്വസിക്കും. ഇതൊക്കെ അയാളെന്നെ ഉപദ്രവിച്ചതിന്റെ പാടുകൾ തീയെ മുഴുവനുണ്ട്. എന്തിനാ മോളെ നീ ഇത്രയും സഹിച്ചത്? ഗൾഫിൽ പോയപ്പോൾ എനിക്ക് കുറച്ച് ഉപദ്രവം കുറവുണ്ട്. അന്ന് ഞാൻ കുറേ സമാധാനപ്പെട്ടത്. ഒരു കുഞ്ഞായിപ്പോയി. ഞാൻ ആർക്കും ഒരു ബാധ്യതയാകരുതെന്ന് കരുതിയതാ. അയാൾ മാറുമെന്നാണ് ഞാൻ വിചാരിച്ചപ്പോഴത്തേക്കും. പക്ഷെ സംസാരത്തിൽ എനിക്ക് പേടിയാവുന്നു. എങ്ങനെ പറഞ്ഞ് സമാധാനിപ്പിക്കണമെന്ന് എനിക്കറിയത്തില്ല. നീ ഇത്രയും സഹിച്ചതിന് ഇത്രയും നാളും നിനക്കിത് ആരോടെങ്കിലും ഒന്ന് പറഞ്ഞുകൂടായിരുന്നാ? ഏമൻ തലക്കി അറിയട്ടെ, ഈ ബന്ധം തന്നെ മതിയെന്ന്. അല്ലെങ്കിൽ ഞാൻ ഈ ഭൂമിയിലുണ്ടാവില്ലെന്ന് ഒറ്റ വാശിക്ക് നിന്നിട്ടാ ഞാൻ ഈ ബന്ധം നടത്തിയെടുത്തത്. അന്ന് ഇക്ക ഒരുപാട് പറഞ്ഞത് അത് വേണ്ട മോളെ, ശരിയാവത്തില്ലെന്ന്. എനിക്കിത് തന്നെയാണ് ശരിയെന്ന് പറഞ്ഞു വാശി പിടിച്ച്. അങ്ങനെ ഞാൻ നടത്തിയെടുത്തതാ. എന്നിട്ട് ഞാനിത് കൊള്ളത്തില്ലെന്ന് ഇക്കായോട് എങ്ങനെ വന്ന് പറയും? എന്റെ കുഞ്ഞിനെ വളർത്തണ്ടേ എന്ന് പറഞ്ഞ് ഒരു മാനസിക രോഗിയുടെ പോ ആ വീട്ടുകാർക്ക് അറിയത്തില്ല ഇതൊന്നും? അവർക്കെല്ലാം അറിയാം. എന്നെ അവരിങ്ങോട്ട് വിടാത്തതും അതാ. നാട്ടുകാർ വെച്ചാൽ എന്ത് പറയും? അതുകൊണ്ടാ ഈ ഒരു ചടങ്ങ് നടത്തി വിട്ടത്. എന്നിട്ടും എന്നെ ക്ലാസ് എടുത്തിട്ട് ഇങ്ങോട്ട് വിട്ടത്. കുഞ്ഞു വരുമ്പോൾ മാറുമെന്നും പറഞ്ഞു. ആൺകുഞ്ഞ് വേണമെന്ന് അറിഞ്ഞാക്കും. എൻ്റെ വയറ്റിൽ പെൺകുഞ്ഞാണെന്ന് അറിഞ്ഞ എനിക്ക് ഓർക്കാൻ തന്നെ പേടിയാവുന്നു. ഇക്ക് മാത്രമല്ലല്ലോ, അലിയുണ്ട്, ഹസനുണ്ട്, ഹസനാത്ത ഉണ്ട്. ആരോടെങ്കിലും നിനക്ക് പറഞ്ഞുകൂടായിരുന്ന? ഞാൻ ഹസനാത്തായോട് പറഞ്ഞതാ. ഇടയ്ക്ക് തന്നെ ഞാൻ എല്ലാം പറഞ്ഞു. കുടുംബമൊക്കെ ആകുമ്പോൾ അങ്ങനെയൊക്കെ പല
പ്രശ്നങ്ങളുണ്ടാവും, അതെല്ലാം സഹിച്ച് മുന്നോട്ട് പോകണം. ഇതാ ഇത്ത പറഞ്ഞ മറുപടി. പിന്നെ ഞാൻ എങ്ങനെ പറയും? ഞാൻ എൻ്റെ കൂടപ്പറപ്പിൻ്റെ അടുത്തല്ല എങ്ങനെ പറഞ്ഞത്. അപ്പം അവള് തന്നെ എന്നെ നമുക്ക് എല്ലാവരെയും കൂടെ വിളിച്ച് കിട്ടിയിട്ട് സംസാരിക്കാം. ഇപ്പം അലിയും വരും, ഹസൻ വരും, ഹസനാത്തായും ഉമ്മായും ഉക്കായും എല്ലാവരും കൂടി ഇരിക്കുമ്പോൾ നമുക്ക് സംസാരിക്കാം ഇക്കാര്യം. ഇതൊന്നും അധികം വെച്ച് ഉറപ്പിക്കാൻ പറ്റത്തില്ല. നമുക്ക് പറയേണ്ട കാര്യങ്ങൾ പറയണം. ഉമ്മായടുത്ത് ഇങ്ങനെ പറയും, വയ്യാത്ത ഉമ്മായല്ലേ, അവരത് കേട്ടാ തളർന്നു പോവില്ലേ? പറയുന്നതിലും കാര്യമുണ്ട്. ഇപ്പം ആരും അറിയണ്ട. അവൻ എന്തായാലും നാട്ടിൽ വരുമല്ലോ, 2 മാസം കൂടെ ഉണ്ട് അവൻ നാട്ടിൽ എത്തട്ടെ. ഇപ്പം അത് തന്നെ ആരോടും പറയണ്ട. നീ ഇങ്ങനെ വിഷമിക്കരുത്. അത് നിൻ്റെ കുഞ്ഞിനെ ദോഷം ചെയ്യുന്നത്. അവൻ പറഞ്ഞുകൊണ്ട് പോട്ട്. നീ ഇത്രയും നാൾ സഹിച്ചില്ലേ, അതേ കണക്ക് തന്നെ നീ കുറച്ച് നാളും കൂടെ സഹിക്കുക. എനിക്ക് എൻ്റെ കുഞ്ഞിനെ വേണം, അതിനെനിക്ക് വളർത്തണം. നീ സമാധാനപ്പെട്. എന്താ രണ്ടുപേരും കൂടെ? ഒന്നുമില്ലമ്മ, വെറുതെ ഇന്ന് സംസാരിച്ചുകൊണ്ടിരുന്ന മുറ്റം അടിക്കാൻ വന്നത്. എന്താ അവളെ ആശന കരയുന്നേ? ഒന്നുമില്ലമ്മ, അത് ഡേറ്റൊക്കെ എടുക്കാറായില്ലേ, അവൾക്ക് എന്തോ ഒരു പേടി. അവളെന്തോ ഒരു വീഡിയോ കണ്ടിട്ട് പേടിച്ചിട്ട് കരഞ്ഞ. അത് സമാധാനപ്പെടുത്തിയത്. ഓരോന്ന് കാണിച്ചു വെക്കും. ഇതൊക്കെ ഇപ്പോഴേ പേടിക്കേണ്ട വല്ല കാര്യമുണ്ടോ? അയ്യേ, അതായിരുന്ന അതൊക്കെ സ്വാഭാവികമാ. നീ ഇപ്പോഴേ കരയും പേടിക്കൊന്നും വേണ്ട. കൊച്ചിന്റെ കാര്യം. അകത്തോട്ട് കയറി കൊതുകടി ഉള്ളണ്ട. ഭയങ്കര കൊതുക അവിടെ വൈകുന്നേരമായ. നമ്മളെ ചായ ഇട്. വാ, ഇനി പുറത്ത് നിൽക്കണ്ട, അത് കയറേ. കുറേ നേരമല്ലേ ഇങ്ങനെ നിൽക്കാൻ തുടങ്ങിയിട്ട്. ഞാൻ വരുന്നു അതിന്. ഉമ്മാ, നീയാ? അവരെത്തിയില്ലേ അമ്മ ഇതുവരെ? ഇല്ല. അല്ല, ഞാൻ വിളിച്ചപ്പോ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയെന്ന് പറഞ്ഞ്. അപ്പൊ നീ പോയില്ലേ ഹോസ്പിറ്റലില്? അതിനെ ഞാൻ ഒരാഴ്ച ആയതല്ലേ ഉള്ളൂ ദുബായിൽ നിന്ന് വന്നിട്ട്. പിന്നെ 5ാമത്തെ നില വരെ കയറാനൊന്നും എന്നെ കൊണ്ട് വയ്യമ്മ. നീ എന്നോട് പറയുന്നത് നീ സ്റ്റെപ്പ് ഒന്നും കയറണ്ട, ആ ലിഫ്റ്റിൽ കയറിയാൽ മതിയല്ലേ. മനസ്സാണെങ്കിൽ ദിവസം എന്നെ വന്ന് കൊണ്ടുപോകുമായിരുന്നു. ഈ വയ്യാത്ത ഞാൻ പോയേക്കുന്നു. നീ മാത്രമല്ല വരാത്തത്, നിന്റെ 2 പുന്നാര ആങ്ങളമാരും. അപ്പൊ അവരും വന്നില്ലേ? അതെന്നെക്കാളും കൃത്യമായിട്ട് അറിയാവുന്ന നിനക്കല്ലേ. എന്നെ വിളിക്കുന്നതിനെക്കാളും കൂടുതൽ അവർ വിളിക്കുന്നത് നിന്നെയാ. നിനക്കറിയാതിരിക്കൂ? വന്നമ്മ. ഇത്തായ ഞാൻ ഡോർ തുറന്നു തരാം. ആരെങ്കിലും ഒരാൾ പിടിക്കും, എന്നിട്ട് നടക്കാം. കുഞ്ഞിന് ആഷ്ന നില്ല മോളെ, ഞാൻ പിടിക്കാം. പതുക്കെ പതുക്കെ കുഞ്ഞിനെ നോക്കിയേ. ആഷ്ന മോളെ നില്ലേ. തുത്തു എപ്പോ വന്ന്? അന്ന് എന്നെ കൊണ്ടാക്കിയിട്ട് പോയ ആളാണല്ലേ. എപ്പോഴാണോ വരുന്നേ? വീടെത്തി. നീ ആ കുഞ്ഞിനെ അങ്ങ് വാങ്ങിച്ചോ. അനിയുടെ ഒക്കെ ഒന്നും ഏൽപ്പിക്കണ്ട. കുഞ്ഞി ചിരിക്കുന്നു. അത് മദിനിയുടെ ഇരുന്നാൽ ശരിയാകത്തില്ലേ? മദിനിയുടെ ഇരിക്കട്ടെ. വീട്ടിൽ കയറുമ്പോഴേ അത് ചെറിയ ദോഷമാണ്. കുഞ്ഞിനൊന്നും ഒരു ദോഷവും വരുത്തണ്ടല്ലേ, അല്ലേ ഉമ്മ? അത് നീ അങ്ങ് വാങ്ങിച്ചോ. ആഷ്ന നാങ്കി, അല്ലേ ഉമ്മ അങ്ങോട്ട് ഇന്ന് വാങ്ങിയിര്. അത് ഞാൻ എടുക്കണോ? ഞാൻ വാങ്ങിക്കണോ? അതിനെ അങ്ങോട്ട് കൊണ്ട് കയറാ കുഞ്ഞിനെ. മോളായി വെച്ചിരുന്നാ മതി. എന്റെ കുഞ്ഞിനെ എടുക്കാൻ അവകാശപ്പെട്ടത് മദിനിയാ. ഈ 6-7 ദിവസം ഉറക്കം ഒഴിച്ചിരുന്ന് നോക്കിയതേ മദിനിയാ. അവിടെ ഇത്തത്തെ കൂടുതലൊന്നും സംസാരിക്കണ്ട. അതിനുള്ള അവകാശം മദിനിക്ക്. മദിനിയെ കൊണ്ട് വന്നാൽ മതി. അങ്ങനെ വരുന്ന ദോഷം ഞാൻ സഹിച്ച്. കൊച്ചിനെ കൊണ്ടുവരുന്നുണ്ടെ ഒന്ന് ഒഴിഞ്ഞിടണേ, കണ്ണ് കട്ടുമെന്ന്. പിന്നെ ഒഴിഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല, കണ്ണ് കൂടെ ഉള്ളപ്പം. നിങ്ങളെ നോക്കിയിരിക്കുന്ന എന്തിനാ? കുഞ്ഞിനെയും കൊണ്ടുപോവാ.
എന്താ വഴക്കൂടാൻ വന്നെയാണോ? പ്രശ്നമെല്ലാം ഉണ്ടാക്കാൻ വന്നെയാണോ? എന്നെയും കുഞ്ഞിനെയും കാണാൻ വന്നതല്ലേ? ഭാഗത്തോട്ടോ ഞാൻ ഇത്തിരി കിടക്കട്ടെ. ബെഡ് എഴുന്നേറ്റിയിട. രണ്ടുപേരും തർക്കമൊക്കെ നിർത്ത്. കുഞ്ഞിനെ കൊണ്ടിഞ്ഞിട്ട് കയറ്. നോക്കട്ടെ. പതുക്കെ കയറ്. കൊച്ചിനെ ഒന്ന് നോക്കട്ട്. എടുത്തേ. വാതിലി വെച്ച് വാങ്ങിക്കണ്ട അസ്ന, വാതിലിന്ന് വാങ്ങിക്കട്ടെ. അകത്തോട്ട് കയറിയിട്ട് നീ കുഞ്ഞിനെ എടുത്തോ. നല്ല പിടിച്ചോണ്ട് പോകാൻ എന്റെ വാക്കിനൊന്നും ഒരു വിലയില്ല. പൊന്നു ചക്കര, എത്ര ദിവസമായി ഉറങ്ങിയിട്ട്? നമ്മളെ വീടെത്തി. ഇന്നെങ്കിലും മാമി ഉറക്കുവോ? ഉറങ്ങിയിട്ട് എത്ര ദിവസമായല്ലേ? പാല് കൊടുക്കടി, കുറേ സമയമായില്ലേ? കുറേ സമയമായി ഇങ്ങനെ ഇരിക്കാൻ തുടങ്ങിയിട്ട് എൻ്റെ കയ്യിൽ വെച്ചിട്ട് പോകാനും തോന്നുന്നില്ല ചക്കരെ. മാമി നോക്കിക്കോളേ. ഇച്ചിരി നേരം ഉമ്മയുടെ നിന്ന് പാല് വാങ്ങിച്ചു കുടി. എന്തൊരു ചിങ്കാരി. എടി ചിങ്കരി കുട്ടി. ഉമ്മിയെ കണക്ക് തന്നെയാണല്ലോ. സഫീറിന് ഭയങ്കര വിഷമമായിപ്പോയി വരാൻ പറ്റാത്തതില്. അവ ഇന്നലെ വിളിച്ചിരുന്നു. എങ്കിലും ആ ഫ്ലൈറ്റ് ഒക്കെ നിർത്തിയോണ്ടാ, എയർപോർട്ടൊക്കെ അടച്ചു പോയില്ലേ, ഒരാഴ്ചത്തെ ലീവ് അവന് കിട്ടി. എന്നെ വിളിച്ചിട്ട് കുറേ സങ്കടം പറഞ്ഞ്, ഇത്തത്ത എനിക്ക് വരാൻ പറ്റിയില്ല, എൻ്റെ കുഞ്ഞിനെ കാണാൻ പറ്റിയില്ല, ഇത്തത്ത പോകുമ്പോ നല്ലപോലെ നോക്കണേ, നല്ല നല്ല ചുന്ദരിയ മോനാണോ എന്നൊക്കെ നോക്കണേ. ചുന്ദരി മോനാ അവൻ? ഇത് മോളല്ലേ?